നമസ്കാരം. നമസ്കാരം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും സൗത്ത് ഇന്ത്യയിൽ, തെക്കൻ ഇന്ത്യയിൽ അത്യാവശ്യം കേരള, അതേപോലെ ആന്ധ്ര ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഇപ്പോൾ DK ശിവകുമാർ ആന്ധ്ര അല്ല കർണാടക മുഖ്യമന്ത്രിയായി 3 വർഷത്തിന് ശേഷം വീണ്ടും പാർട്ടി സമ്മതത്തോടു കൂടി മുഖ്യമന്ത്രിയാകുന്നു. അതുവരെ സിദ്ധരാമയ്യ ആയിരുന്നു. സിദ്ധരാമയ്യയുടെ എന്താ പറയുക, ഒരു പിടിപ്പ് എപ്പോഴും ഹൈക്കമാൻഡിലാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ സിദ്ധരാമയ്യക്ക് അനുകൂലമായിട്ട് ഒരു എന്താ പറയുക ദളിത് മുഖ്യമന്ത്രിയെ വേണം എന്നുള്ള രീതിക്കാരനായിരുന്നു രാഹുൽ ഗാന്ധി. പക്ഷെ അപ്പോഴും സോണിയാഗാന്ധി പണ്ട് DK ശിവകുമാറിന് ഈ പറഞ്ഞ പോലെ ജയിലിൽ 50 ദിവസം ജയിലിൽ കിടന്നപ്പോൾ അന്ന് കൊടുത്തൊരു ഉറപ്പുണ്ടായിരുന്നു. അതേപോലെ തിരിച്ച് DK ശിവകുമാർ സോണിയാഗാന്ധി കൊടുത്തൊരു ഉറപ്പുണ്ടായിരുന്നു. തമിഴ്നാടല്ല, പിന്നെ ഈ പറഞ്ഞ പോലെ കർണാടക പിടിച്ച് ഉള്ളം കയ്യിൽ വെച്ച് കൊടുക്കുന്നുള്ളത് അത് അദ്ദേഹം പാലിക്കുകയും ചെയ്തു. അതിനുശേഷം മുഖ്യമന്ത്രിയായത് ദളിത് മുഖമായതുകൊണ്ട് സിദ്ധരാമയ്യ ആയിരുന്നു. പിന്നെ മാത്രമല്ല, MLA തലയുടെ എണ്ണ എടുക്കുമ്പോൾ എക്കാലത്തും കോൺഗ്രസ് പാരമ്പര്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, എല്ലാ കൊല്ലത്തും സപ്പോർട്ട് ചെയ്ത് പോരുന്ന ഒരു സമ്പ്രദായമായിരുന്നു തലയുടെ എണ്ണ എടുക്കൽ. പലപ്പോഴും പല സംസ്ഥാനങ്ങളും, പ്രത്യേകിച്ച് രാജസ്ഥാനിലടക്കം ഈ സാധനം നമ്മൾ കണ്ടതാണ്. രാജസ്ഥാനിൽ മാത്രമല്ല, മധ്യപ്രദേശിലും പിന്നെ ആന്ധ്രയിലടക്കം. സാർ നേരത്തെ പറഞ്ഞായിരുന്നു ആന്ധ്രയിലും ഇതേപോലെ വലിയ തലത്തിലുള്ള സമ്പ്രദായങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിനൊക്കെ തുടച്ചു നീക്കി ഇല്ലാണ്ടാക്കി വന്ന ഒരാളാണ് VD സതീശൻ. പിന്നീട് അങ്ങോട്ട് ഇപ്പോൾ വന്നതാണ് DK ശിവകുമാർ, പിന്നെ രേവന്ത് റെഡ്ഡി. അപ്പോൾ ഇങ്ങനെ 3 പുതുമുഖങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും കോൺഗ്രസ്സുകാരനല്ല എന്നുണ്ടെങ്കിലും തമിഴ്നാട്ടിലത്തെ വിജയ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു യുവതലമുറ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ അടിത്തട്ട് അറിയുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ പൾസിന് അനുയോജ്യമായി യോജിച്ച് വന്ന് വിജയിച്ച നേതാക്കന്മാർ. അപ്പം അങ്ങനെ നോക്കുമ്പം പലപ്പോഴും കോൺഗ്രസ് തലയെണ്ണെടുത്ത് അതിൽ നിന്ന് മാറ്റം വന്ന് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നു. അങ്ങനെ ശരിക്കും നമ്മൾ അങ്ങനെ ആ സമ്പ്രദായത്തോട്ട് പോകേണ്ടതുണ്ടോ, അതോ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ഈ ഒരു സമ്പ്രദായം മതിയോ കോൺഗ്രസിന്? കോൺഗ്രസിന് അനുഭവങ്ങളിൽ നിന്ന് കോൺഗ്രസ് ഒന്നും പഠിച്ചെന്ന് തോന്നുന്നില്ല ഇപ്പോഴും. എന്നാൽ പോലും കാലത്തിൻ്റെ ശക്തിയെ, കോൺഗ്രസിൻ്റെ അകത്ത് ഉരുണ്ടുകൂടുന്ന ശക്തികളല്ലേ, പഴയകാല കോൺഗ്രസ് സ്പിരിറ്റ് അവിടെ സജീവമായിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ സ്പിരിറ്റ്, ആ സ്പിരിറ്റ് ഹൈക്കമാൻഡ് അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും വലിയ നേതാക്കന്മാർ എഴുതിയുണ്ടാക്കുന്ന എല്ലാ നിയമങ്ങളെയും ലംഘിച്ച ചരിത്രമുണ്ട്, ഇതിനു മുമ്പുണ്ട്. ഇപ്പം മറിച്ച് ഹൈക്കമാൻഡ് സംസ്ഥാനങ്ങളിൽ സ്വാധീനമുള്ള നേതാക്കളെ അവഗണിക്കുകയോ ചവിട്ടി തേക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ആ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് വളരെ കഷ്ടപ്പെടും. ആദ്യത്തെ അനുഭവം നമുക്ക് പറയാൻ പറ്റുന്ന അടുത്ത കാലത്തെ അനുഭവം എന്ന് പറയുന്നത് 80കളുടെ ആദ്യ കാലഘട്ടത്തിൽ ആന്ധ്രാപ്രദേശിലൊരു അഞ്ചയ്യ എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തെ എന്തോ രാജീവ് ഗാന്ധിക്ക്, അന്നത്തെ കോൺഗ്രസ് നേതാവായിരുന്ന പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിക്ക് എന്തോ ഇഷ്ടക്കേട് തോന്നുകയും ഹൈക്കമാൻഡിലെ ചില റെഡ്ഡിമാർ, കുറേ പേരുണ്ട് അവിടെ, അവരുടെ ഇതിൽ രാജീവ് ഗാന്ധിക്ക് ഇദ്ദേഹത്തെ പൂർണ്ണമായിട്ട് അവഗണിക്കുകയാണ് ചെയ്തത്, അഞ്ചയ്യെ. ആ വിടവിലാണ് ഇപ്പോൾ വിജയ് തമിഴ്നാട്ടിൽ വന്ന പോലെ തന്നെ രംഗത്തേക്ക് വരുന്ന രാഷ്ട്രീയ നേതാവായിരുന്നു NT രാമറാവു, അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ കൂടിയായിരുന്നു അദ്ദേഹം തെലുങ്ക് ദേശം എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കുകയും കോൺഗ്രസിനെ വെല്ലുവിളിക്കുകയും ചെയ്തു. കോൺഗ്രസ് തെലുങ്ക് പ്രൈഡിനെ, തെലുങ്കൻ്റെ അഭിമാനത്തെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. അഞ്ചയ്യെ അവഗണിക്കുക വഴി തെലുങ്കിൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്തെന്നുള്ള മുദ്രാവാക്യം ഉയർത്തി ആര് വന്നു? രാമറാവു വരികയും തെലുങ്ക് ദേശം ആന്ധ്ര പിടിച്ചെടുക്കുകയും ചെയ്തു. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് അദ്ദേഹത്തിൻ്റെ മരുമകനായ ചന്ദ്രബാബു നായിഡു ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ UPAയുടെ കൺവീനർ വരെയായി ഏറ്റവും വലിയ പ്രതിപക്ഷ നേതാവായി. പിന്നെ മറ്റൊന്ന്, അതുപോലെ തന്നെ കോൺഗ്രസ് നഷ്ടപ്പെടുത്തിയൊരു സ്ഥലമാണ് ബംഗാൾ. ഏറ്റവും കരുത്തിയായ നേതാവ് മമതാ ബാനർജിയായിരുന്നു. പക്ഷെ മമതാ ബാനർജി ഇവരെ ഒന്നുമല്ലാതാക്കി. അങ്ങനെ ഓരോ സ്റ്റേറ്റിലും കരുത്തരായ പ്രാദേശിക നേതാക്കളെ ഭയപ്പെട്ടിരുന്നൊരു ഹൈക്കമാൻഡ് ഉണ്ടായിരുന്നു. അല്ല, അവർ വളരാൻ സമ്മതിക്കണം. കർണാടകയുടെ കാര്യം വേണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം. എല്ലാ സ്ഥലത്തും അത്തരം നേതാക്കൾ ഇല്ലാതെ പോയതോടുകൂടി വെറും പെട്ടിയെ ചുമട്ടുകാരനെ അങ്ങോട്ട് ഇപ്പോൾ കരിമീൻ എത്തിച്ച് കൊടുക്കുന്ന KV തോമസിന് വളരെ സ്വാധീനമാണ്. നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത എത്രയോ പേർക്ക് അവിടെ ഹൈക്കമാൻഡ് സ്വാധീനം കിട്ടുന്നു. PC ചാക്കോ. പക്ഷെ ഒരു കാര്യം ഓർക്കേണ്ടത്, ജനങ്ങളുടെ ഇടയിൽ സ്വാധീനമില്ലാത്ത നേതാക്കന്മാരെ ഹൈക്കമാൻഡ് വളർത്തുന്നതനുസരിച്ച്, താങ്ങി നിർത്തുന്നതനുസരിച്ച് കോൺഗ്രസ് ഇല്ലാതായിക്കൊണ്ടിരിക്കും. അതാണ് പല സംസ്ഥാനത്തും കണ്ടത്. ഇവിടെ കേരളത്തിൽ കോൺഗ്രസിന് സംഘടനാപരമായ അടിത്തറ ഉള്ള ചുരുക്കം ചില സംസ്ഥാനങ്ങളിലൊന്നും കേരളമായിരുന്നു. അത് യൂത്ത് കോൺഗ്രസ്, KSU സമരങ്ങളിൽ കൂടെ ഉണ്ടാക്കിയെടുത്ത ഹൈക്കമാൻഡ് നേതാക്കന്മാരുണ്ടാക്കിയെടുത്ത അവസരമല്ല, ഇവിടെയുള്ള വിദ്യാർത്ഥി യുവജന വിഭാഗങ്ങൾ പോരാടി ഉണ്ടാക്കിയെടുത്താണ്. അതിനെ മറികടന്നുകൊണ്ട് ഹൈക്കമാൻഡ് ചിലപ്പോൾ ഇടപെടുകയും ചെയ്യും. അത് കോൺഗ്രസിനെ ആത്യന്തികമായി ക്ഷീണം ചെയ്യും. ഇവിടെ
ഇപ്പോൾ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത, നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരു പ്രത്യേകത, ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വസിക്കുന്ന കോൺഗ്രസ് ഈ രാജ്യത്ത് വേണം. മറ്റേ രാഷ്ട്രീയ കക്ഷികളുടെ രണ്ടാമത്തെ കാര്യം, നമുക്ക് ഈ ജനാധിപത്യ പ്രക്രിയ നിലനിർത്തണമെങ്കിൽ കോൺഗ്രസിൻ്റെ സാന്നിധ്യം ഇവിടെ അനിവാര്യവുമാണ്. മറ്റൊരു കക്ഷി നമുക്ക് പകരം വയ്ക്കാനില്ല. CPM ജനാധിപത്യത്തിൽ വിശ്വാസം ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, ഉണ്ടെന്ന് പറയാനും പറ്റിയില്ല. അവർ അംഗീകരിക്കുന്നുമില്ല. താത്വിക പാർലമെന്റ് തന്നെ നയപരമായ തന്ത്രപരമായ തീരുമാനം മാത്രം പറഞ്ഞവർ മാറും, ടാക്ടിക്സ്. മറിച്ച് BJPക്ക് ഉണ്ടോ? BJPയുടെ മെയിൻ ഓറിയന്റേഷൻ മതപരമായ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ഹൈന്ദവ മതത്തിൻ്റെ താല്പര്യങ്ങൾ കഴിഞ്ഞിട്ടേ ജനാധിപത്യമുള്ളൂ. ശ്രീരാമൻ വേണോ ജനാധിപത്യം വേണമെന്ന് വെച്ചാൽ പറയും ശ്രീരാമൻ ജനാധിപത്യവാദി ആയിരിക്കും, പക്ഷെ ഇവർക്ക് ജനാധിപത്യവാദി അല്ലാത്ത ശ്രീരാമനെ വേണ്ടേ. ശ്രീരാമനെ മാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചോണം, അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വരും. അപ്പോൾ ജനാധിപത്യ ബോധം എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യങ്ങൾ, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇതേ രീതിയിൽ മതേതരത്വവും ജനാധിപത്യവും മുന്നോട്ട് വെച്ച് നിലനിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ്. സമുദായ കലാപങ്ങൾ, പരസ്പരമുള്ള സംഘർഷങ്ങൾ ഏറ്റവും കുറവുള്ള രാജ്യം ഇന്ത്യയാണ്. ഇവിടെ ഏതെങ്കിലും ഹിന്ദു മുസ്ലിം ചെറിയ ചെറിയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്, 150 കോടി ജനങ്ങളുണ്ട്, അതിൻ്റെ സംഘർഷം സ്പർദ്ധയൊക്കെ ഉണ്ടാവും. അമേരിക്കയിൽ ഉണ്ടാകുന്നത് അത്രയും പോലും ഇന്ത്യയിൽ ഉണ്ടാകുന്നില്ല. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പാകിസ്ഥാനിൽ ഉണ്ടാകുന്നതിൻ്റെ 4 പോലും ഉണ്ടാകുന്നില്ല. ബലൂചികളും പാകിസ്ഥാനിലുള്ള സംഘടന. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ പ്രവർത്തിക്കാൻ BJP തുടങ്ങുന്നുണ്ടല്ലോ. ഞങ്ങൾ മതി, BJP ഗവൺമെൻറ് അല്ലെങ്കിൽ മോഡി നയിക്കുന്ന ഗവൺമെൻറ് ശക്തമാണ്, ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയ നേതാവാണ്, വിശ്വഗുരുവാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ചെറിയ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലും പറ്റുന്നില്ല. ആഭ്യന്തര കുഴപ്പം പരിഹരിക്കാൻ പറ്റാത്തൊരു അവസ്ഥ മറുവശത്തുണ്ട്. മണിപ്പൂർ വളരെ ചെറിയ, കേരളത്തിൻ്റെയൊക്കെ പകുതിയുടെ പകുതി പോലുമില്ല. അവിടെ ഒരു കലാപം ഉണ്ടായിട്ട് 1 വർഷം അല്ലെ 2 വർഷം മിച്ചമാകുന്നു. നേരത്തെ തന്നെ ഉള്ള കലാപമാണ്. അതൊന്ന് അടിച്ചമർത്താനല്ല, നമ്മൾ വാക്ക് പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ അടിച്ചമർത്താനുള്ള വാക്കായിട്ടാണ് BJPക്കാരൻ ധരിക്കുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കുക വേണ്ടേ, അതിനുള്ള തയ്യാറെടുപ്പ് കഴിവ് പ്രധാനമന്ത്രിക്ക് വേണം. അവിടെ പ്രശ്നമുണ്ടായി, തമിഴ്നാട്ടിൽ ചെന്ന് പ്രശ്നമുണ്ടായി. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒറ്റ MLA ഇല്ല. തമിഴ്നാട്ടിൽ നല്ല സോളിഡായിട്ടുള്ള ഫൗണ്ടേഷൻ BJPക്ക് ഉണ്ടായി വന്നതാണ്, അത് ഇല്ലാതായി. നയങ്ങൾക്ക് 3 MLA ഉണ്ടായിരുന്നു, ഇക്കുറി 1 MLA ഉള്ളൂ. അതും ആരുടെയൊക്കെ കൂട്ടുകൂടിയാണ് കിട്ടിയെന്ന് നമുക്കറിയാം. AIDMKയുടെ കൂട്ടുകൂടി കിട്ടി. 11% ഉണ്ടായിരുന്ന വോട്ട് ഇക്കുറി 2%. കേരളത്തിലും പലയിടത്തും കുറവ് വന്നിട്ടുണ്ട്. കേരളത്തിലും വലിയ മാറ്റം വന്നിട്ടില്ല. പക്ഷെ അവർക്ക് 3 MLA കിട്ടിയത് അത് ചെറിയ മാർജിനിൽ അവർ ജയിച്ചു കയറി എന്നുള്ളത്. അത് ഇവിടെ കിട്ടിയെന്നുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ ഓരോ സംസ്ഥാനത്തും ഇവർ കുഴപ്പമുണ്ടാക്കണം. അധികാരം പിടിക്കാനുള്ള എളുപ്പ വഴി എന്നാണ് കച്ചവടം, കുതിരക്കച്ചവടം. ഇപ്പം മോഡി പിന്തുടരുന്ന മാർഗത്തിന് ഇന്ത്യ പണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരും സാംസ്കാരിക നായന്മാരും സാധാരണ ജനങ്ങളും തിരസ്കരിച്ചൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ആയാറാം ഗയാറാം. ഇന്ന് രാവിലെ ചായ കുടിക്കുമ്പോൾ ഒരു പാർട്ടി, ഉച്ചയ്ക്ക് ഉണ്ണാൻ നേരത്ത് വേറൊരു പാർട്ടി, വൈകുന്നേരം അത്താഴത്തിന് വേറെ. ഇങ്ങനെ MP-മാരും MLA-മാരും കാശ് കിട്ടുന്നതനുസരിച്ച്, സ്ഥാനമാനങ്ങൾ കിട്ടുന്നതനുസരിച്ച് കാല് മാറിക്കൊണ്ടിരുന്നു. ആയാറാം ഗയാറാം. ഇപ്പൊ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബംഗാളിൽ അത് ആവർത്തിക്കാൻ ഈ ആയാറാം ഗയാറാം BJPയുടെ സംഘടനാപരമായ പ്രത്യയശാസ്ത്രമായിട്ട് മാറി. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അത് ഏറ്റവും അപഹസിക്കപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രമാണ്. BJPയുടെ സംഘടനാ തത്വം ഇപ്പോൾ പ്രാക്ടീസ് എന്ന് വെച്ചാൽ ആയാറാം ഗയാറാം. അത് തന്നെ അടവ് നയം എന്നുള്ള പേരിൽ CPM അവതരിപ്പിക്കും. പക്ഷെ കോൺഗ്രസ് പോയ സ്ഥലങ്ങളിലെല്ലാം തിരിച്ചു വരാൻ പറ്റിയിട്ടുണ്ട്. ആം ആദ്മിക്ക് തിരിച്ചു വരാൻ പറ്റും. ഇപ്പോൾ പഞ്ചാബിൽ ഇത്തവണ മുനിസിപ്പൽ ഇലക്ഷൻ അവർക്ക് നല്ല നേട്ടം ഉണ്ടായി, അവർക്ക് തിരിച്ചു വരാൻ പറ്റുന്നുണ്ട്. ജനാധിപത്യ പ്രക്രിയയിൽ അടിസ്ഥാനപരമായി വിശ്വസിച്ച് സത്യസന്ധമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് ഇന്ത്യയുടെ മണ്ണിൽ, ഇന്ത്യയുടെ മനസ്സിൽ സ്വാധീനമുണ്ട്. അത് മനസ്സിലാക്കി ഇപ്പോഴാണ് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായത് കൊണ്ടാണോ അത് മറ്റെന്തെങ്കിലും കൊണ്ടാണോ എന്നറിയില്ല, 3 മുഖ്യമന്ത്രിമാരുടെ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെയും കൂടെ പിന്തുണയുള്ളതാണ്. സംഘടന എന്ന് പറയുന്നത് ഹൈക്കമാൻഡ് സൃഷ്ടിയാണ് സംഘടന. അതെങ്ങനെ നിൽക്കുമെന്നറിയാൻ മേല. ഹൈക്കമാൻഡ് സൃഷ്ടിയിലുള്ള സംഘടന കുഴപ്പമുണ്ടാക്കിയില്ലെങ്കിൽ സാമാന്യം നന്നായി ഭരിക്കാൻ അറിയാവുന്ന രേവന്ത് റെഡ്ഡി, ചന്ദ്രബാബു നായിഡു അല്ല, DK ശിവകുമാർ, VD സതീശൻ, ഇതൊരു മാതൃകയാണ്. ആ കൂട്ടത്തിലേക്ക് മമതയും നവീൻ പട്നായിക്കും കേജ്രിവാളും കൂടെ ചേരാമെങ്കിൽ ഇന്ത്യയിലെ ഫോർമിഡബിൾ ശക്തിയായിട്ട് ആര് മാറും? കോൺഗ്രസിന് തന്നെ മാറാം, അല്ലെ കോൺഗ്രസ് സംസ്കാരമുള്ളവർക്ക് മാറാം. കോൺഗ്രസ് പാർട്ടിയുടെ പേര് വേണ്ട. അപ്പോൾ അവിടെ ഹൈക്കമാൻഡ് ഒത്തിരി മാറേണ്ടിയിരിക്കുന്നു. പാർട്ടിയല്ല മാറേണ്ടത്, ഹൈക്കമാൻഡിൻ്റെ സ്വഭാവമാണ് മാറേണ്ടത്. ഇപ്പോൾ രാജസ്ഥാനി നേതാവിനെ തിരഞ്ഞെടുത്തു ഗെഹ്ലോട്ട്, ഹൈക്കമാൻഡ് കമൽനാഥിനെ തിരഞ്ഞെടുത്ത് കമ്മീഷനാണെന്ന് അറിയപ്പെടുന്നതന്നെ. കമൽനാഥിനെയൊക്കെ വെച്ചുകൊണ്ട്, ചിദംബരത്തെയും കമൽനാഥിനെയും മുന്നോട്ട് വെച്ചുകൊണ്ട് ഇങ്ങോട്ട് പോകും. എത്ര നാൾ മുമ്പോട്ട് പോകും? അത് മാറ്റി ഇവിടെ സതീശനെ മുഖ്യമന്ത്രിയാക്കുമ്പോൾ എടുത്ത തീരുമാനം സതീശൻ്റെ ഗമ കണ്ടിട്ടോ പവർ കണ്ടിട്ടോ അല്ല, പക്ഷെ മറിച്ച് സതീശനൊരു രാഷ്ട്രീയം മുന്നോട്ട് വെച്ചു. ആ രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾക്ക് സ്വീകാര്യമാണെന്ന് കണ്ടു. സമുദായ സംഘടനകളെ, സഭകളെ എത്രമാത്രം അകറ്റി നിർത്താവോ
അത്രയും അവർ തന്നെ ബോധപൂർവ്വം അവരായിട്ട് അകന്ന് നിൽക്കണം, അല്ലെങ്കിൽ പാർട്ടികൾ അകറ്റി നടത്തണം. അവരെ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുത്തിയാൽ അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ പാർട്ടിയിലേക്ക് കൊണ്ടുവരും. ആ സ്ഥാപിത താല്പര്യങ്ങൾ പിന്നീട് പാർട്ടിയെ നശിപ്പിക്കും. അപ്പം അതിനുള്ള ഉദാഹരണങ്ങൾ കോൺഗ്രസിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. ബിന്ദു കൃഷ്ണയുടെ പേര് ഞാൻ ലാസ്റ്റ് പറയുന്നില്ല മാത്രമേ ഉള്ളൂ. ബിന്ദു കൃഷ്ണയ്ക്ക് വെള്ളാപ്പള്ളിയെ കാണുമോ, അനുഗ്രഹം മേടിക്കുക, എന്ത് വേണം ചെയ്യാം. പക്ഷെ അത് ഇലക്ഷൻ മുമ്പ് വേണമായിരുന്നു. എന്താ ചെയ്യാൻ പോയി? ഇലക്ഷൻ ജയിച്ച് ഇലക്ഷൻ ജയിച്ച് മന്ത്രിയാക്കിയ കോൺഗ്രസ് പാർട്ടിയല്ലേ. അത് രണ്ടാമതല്ലേ വെള്ളാപ്പള്ളി പ്രധാനപ്പെട്ട ആളാണ്. ബിന്ദു കൃഷ്ണയ്ക്ക് അവരുടെ സമുദായ ആചാര്യം പ്രധാനപ്പെട്ടതായിരിക്കും. പക്ഷെ രണ്ടാമത് കോൺഗ്രസ് കഴിഞ്ഞിട്ടല്ലേ വരുന്നുള്ളൂ, കൊല്ലത്തെ ജനങ്ങൾ കഴിഞ്ഞിട്ടല്ലേ വരുന്നുള്ളൂ. അത് ആലോചിക്കാതെ വെള്ളാപ്പള്ളി എന്നുള്ള പിണറായി വിജയൻ വിളിച്ച് നടത്തിയ ഇതുപോലെ പിന്നെ പ്രമുഖരായ സാംസ്കാരിക നായകന്മാരെ വിളിച്ച് ഇവിടുത്തെ പുനരുദ്ധരിക്കാൻ നോക്കിയില്ല. ശബരിമല വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചു വരുത്തുക, അതിനേക്കാൾ അവകാശമായി പോയി വെള്ളാപ്പള്ളിയുടെ അനുഗ്രഹം മേടിച്ചിട്ട് മന്ത്രിസ്ഥാനത്തേക്ക് കയറാൻ. അതാണ് ഏറ്റവും വലിയ അപകടം. രമേശ് ചെന്നിത്തല രാഷ്ട്രീയമായി തകർത്തത് പണ്ട് ഈ സമുദായ സംഘടനകളുടെ പിൻബലം നേടി ഇവിടെ താക്കോൽ സ്ഥാനം മേടിച്ച് ആഭ്യന്തരമന്ത്രി സ്ഥാനം രാധാകൃഷ്ണൻ ഇത് മേടിച്ചതാണ്. രാഷ്ട്രീയമായി രമേശിൻ്റെ തകർച്ചയാണ്, ജനങ്ങളുടെ മുമ്പിലുള്ള മതിപ്പ് കുറഞ്ഞതാണ്. ആ സത്യങ്ങൾ തിരിച്ചറിയാതെ ഇനിയും ഈ സമുദായ നേതാക്കളെ കൊണ്ട് നടത്തുന്നതിന് പകരം, പക്ഷെ അതിൻ്റെ ഒരു മറുവശം ഇപ്പോൾ കാണുന്നത് ശിവകുമാറിനെ നിയമിച്ചു. സിദ്ധാരാമയ്ക്ക് ഒരു സമുദായത്തിൻ്റെ മുഴുവൻ പിൻബലം ഉണ്ടായിരുന്നു. ലിംഗായത്തുകളുടെ പിന്തുണ, ലിംഗായത്ത് DK ശിവകുമാറും, ലിംഗായത്ത് സിദ്ധരാമയ്യ, ലിംഗായത്തുകളുടെ പിന്തുണയുണ്ട്. അപ്പം അങ്ങനെ സമുദായികമായ പിന്തുണയുള്ളവരെ തൽക്കാലം ഒതുക്കി നിർത്തുവോ, അല്ലെങ്കിൽ അവരുടെ സമുദായ താല്പര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കോളേജ് വേണം, സ്കൂൾ വേണം, അതൊക്കെ നടത്തി കൊടുക്കാം. പക്ഷെ രാഷ്ട്രീയത്തിലേക്ക് അവർ ഇടപെടുന്നത് എത്രമാത്രം കുറയ്ക്കാൻ പോലും അത്രയും കുറയ്ക്കുക. അതിൻ്റെ ഒരു ചിഹ്നമായിട്ടാണ് ഇപ്പോൾ നമ്മൾ DK ശിവകുമാറിനെയും സതീശനെയും രേവന്ത് റെഡ്ഡിയും കാണുന്നത്. ആ സ്റ്റൈലുള്ള നേതാക്കന്മാർ എല്ലാ സംസ്ഥാനങ്ങളിലും വളർന്നു വന്നു. ഇപ്പോൾ പൈലറ്റുണ്ട്, രാജേഷ് പൈലറ്റുണ്ട്. അങ്ങനെയുള്ളവർ വളർന്നു വന്നാൽ കോൺഗ്രസ്സിന് മൊത്തത്തിൽ വ്യത്യാസം വരും, രാഹുൽ ഗാന്ധിക്ക് വ്യത്യാസം വരും. BJP തകരാനുള്ള ആദ്യത്തെ ചവിട്ടുപിടിയും അതായിരിക്കും.